ഹായ് ഹലോ, ഒരു കുട്ടി വ്ളോഗിൻ്റെ അകത്തേക്ക് സ്വാഗതം. ഉറങ്ങി എണീറ്റ് വരികയാണ്, അതാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു ഫേസ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നൊരാളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഒരു നാണക്കാരനെ, ഭയങ്കര നാണ, ആരാന്ന് പറയാവോ? ഹലോ, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുക. ഹായ് ഗൈസ് എന്നൊക്കെ പറയച്ചാ എന്തെങ്കിലും ടാറ്റയൊക്കെ കൊടുക്കൂ. ഭയങ്കര ഷെയ്മേഡാട്ടോ. ഈ ഷെയ്മേഡിൻ്റെ ഇതിൻ്റെ ഡാഡാണ് ഇത്. ഇതോ, നിനക്ക് എന്തായാലും വർത്തമാനം പറയാനുണ്ടോ? എനിക്കെന്ത് പറയാൻ, എൻ്റെ കാലുണ്ടോടെ? കാല് രണ്ടുണ്ട്. അല്ല, ബെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായില്ലോ. അപ്പോൾ കുറേ ആയി അച്ഛനെ എന്ന് വീഡിയോയിൽ കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയി നടക്കുന്നത്. പക്ഷെ എൻ്റെ ഫോണ് കണ്ട അന്നപ്പം അച്ഛനോടും അത് സൈലൻ്റാക്ക്. അതാണ് അച്ഛന്. 27 രാവൊക്കെയാണ് വരുന്നത്. സക്കാത്തും പൈസയൊക്കെ കണക്ക് കൂട്ടിയിട്ട് ഏകദേശം എത്ര പൈസ തരാനുണ്ടാവും എന്നുള്ളത് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അച്ഛൻ. ഇല്ലേ അച്ഛാ? സക്കാത്ത് കൊടുക്കണം അച്ഛാ, നിങ്ങൾ എന്തായാലും കൊടുക്കണം. സ്വന്തമായിട്ട് 2 വണ്ടി ഉണ്ട് ഗൈസ്. അയ്യോ, 2 ഫോണുണ്ട് ഗൈസ്. ഇതിനൊക്കെ ടാക്സ് ഒക്കെ അടിക്കണ്ടേ? അതിന് ഫോണിനല്ല, വണ്ടിക്ക്. അച്ഛാ, ബർത്തച്ഛാ, എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. സുഖാണോന്ന് ചോദിക്കേ. സുഖാണോ? ഈ അച്ഛനെ അഭിനയിക്കാൻ അറിയൂല കേട്ടോ. അഭിനയിക്കച്ച എനക്കെന്താ, എൻ്റെ അച്ഛനല്ലേ, സെലിബ്രിറ്റി ആവട്ടോ. നിങ്ങൾ അന്ന് വീഡിയോയിൽ കണ്ട ഓലല്ലേ എന്ന് ചോദിക്കട്ടോ പണിസ്ഥലത്തുനിന്ന്. ഓനോട് പോയി ചോദിക്കുന്നതിൻ്റെ അതിരി. ഏതായാലും അരുണ് എങ്ങനെ എൻ്റെ കസിനായി എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കുള്ള ഉത്തരമാണ് ഈ കിടക്കുന്ന മുതൽ. ആള് നമ്മളെ ജാതിയാണ്. അപ്പോൾ അങ്ങനെയാണ് ലവൻ നമ്മുടെ കസിനായി മാറിയത്. ഇവർ ഇൻ്റർകാസ്റ്റ് മാരേജ് ആട്ടോ. അച്ഛൻ മുസ്ലിമും അമ്മ ഹിന്ദുവാണ്. അങ്ങനെയാണ് ഇവൻ നമ്മുടെ കൂടപ്പിറപ്പായി മാറിയത്. അപ്പോൾ അച്ഛനെ എല്ലാവർക്കും കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സമയവും സന്ദർഭവും കിട്ടിയത്. അങ്ങനെ അത് റീൽസ് ഇട്ട് കാണിച്ചതാ, പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ സ്വന്തം അച്ഛന്. എൻ്റെ മോൻ പറയുന്നത് ഞങ്ങളുടെ പൊന്നാരച്ഛൻ. പക്ഷെ ഞങ്ങൾ അച്ചാന്ന് വിളിച്ച്, ഓല് അച്ചാ വിളിച്ച്, ഞാനും അച്ചാ വിളിക്കും. ഒക്കെ അരുണ്ട പരിപാടിയാ. അപ്പം അങ്ങനെയാണ്. ചിരിക്കച്ചാ. ഇനിതാ മകന് ജാബാ എന്തേലും ഒന്ന് പറയടാ. പിന്നെ എന്തോന്നെന്താ, 2 കാലം അവിടെ തന്നെ കേട്ടോ. കാലിനൊരു പ്രശ്നമില്ല. പേടിച്ചിട്ട് പോയതാ. പേടിച്ച് മുള്ളിപ്പോയി. അപ്പൊ അങ്ങനെയാണ് അച്ഛനെല്ലാരും കണ്ടു. അച്ഛനെ കണ്ടു, ഇഷ്ടായി എന്ന് വിചാരിക്കുന്നു. ഇനി വല്ല കല്യാണാലോചനയും ഉണ്ടാവൂലല്ലേ അച്ഛാ? അപ്പൊ ഓക്കെ, ടാറ്റാ.